സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിൻ്റെ പോർഷനുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കാനുള്ള വിഷയം മാനേജ്മെൻറ്റാണ്. എന്താണ് മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റ് ഓബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്, ഫങ്ഷൻസ് ആൻഡ് ഫങ്ഷണൽ മാനേജ്മെൻറ്റ്. ഇങ്ങനെ 13 ചാപ്റ്ററുകളിലായിട്ടാണ് മാനേജ്മെൻറ്റ് നമ്മൾ പഠിക്കുന്നത്. ഇതിലെ ഫസ്റ്റ് ചാപ്റ്ററായ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. എന്താണ് മാനേജ്മെൻറ്റ്? ലോകത്ത് എല്ലായിടത്തും മാനേജ്മെൻ്റ് ഉണ്ട്. എല്ലാ സ്ഥാപനവും, എല്ലാ ഓർഗനൈസ്ഡ് ഗ്രൂപ്പിലും ഉണ്ട് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഈസ് നീഡഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ഓൾ ദി വേൾഡ്, ഓൾ ദി ഓർഗനൈസേഷൻസ്. എല്ലാ ഓർഗനൈസേഷനും ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിലെല്ലാം എന്തുണ്ട്? മാനേജ്മെൻറ്റ്. ഇനി ഒരു സിമ്പിൾ ഡെഫിനിഷൻ നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരാർട്ടാണ്, ഒരു കലയാണ്. മറ്റുള്ളവരുടെ പ്രവൃത്തിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. Who is the other people? Other people means the people in formally organized groups. ഔദ്യോഗികമായി ഫോം ചെയ്യുന്ന ഗ്രൂപ്പാണ് ഈ അതർ പീപ്പിൾ എന്ന് പറയുന്നത്. ഒരു സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സിനെ നോംസ് ആൻഡ് കണ്ടീഷൻസ്, ചില ക്വാളിഫിക്കേഷൻസ് അപ്പോയിന്റ് ചെയ്യുമ്പോൾ അതാണ് ഫോർമലായിട്ടുള്ള ഗ്രൂപ്പ് നമ്മൾ പറയുന്നത്. ഇനി മറ്റൊരു ഡെഫിനിഷൻ പറഞ്ഞു, ഒന്നുകൂടി വിശാലമായി പറഞ്ഞാൽ മാനേജ്മെന്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്. എന്താണ് ഡിസ്റ്റിങ്ക്റ്റ്? ഡിഫറെന്റ് പ്രോസസ് consisting of including planning, organizing, staffing, directing and control. ഇത്രയും കാര്യങ്ങളാണ് മാനേജ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പറയുന്നത്. പ്ലാനിംഗ് ആസൂത്രണം, ഓർഗനൈസ് സംഘാടനം, സ്റ്റാഫിംഗ് ഉദ്യോഗസ്ഥ നിയമനം, ഡയറക്റ്റിംഗ് അവരെ കൺട്രോൾ ചെയ്യുന്നു, അതായത് സൂപ്പർവൈസ് ചെയ്യും. ഡയറക്റ്റ് കൺട്രോളിംഗ് മീൻസ് ചെക്കിംഗ് ദ പെർഫോമൻസ് ഓഫ് സബോർഡിനേറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ്. അതാണ് മാനേജ്മെന്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. പെർഫോംഡ് ടു ഡിറ്റർമിൻ ആൻഡ് അക്കംപ്ലിഷ് ദി ഒബ്ജക്റ്റീവ്സ് ബൈ ദി യൂസ് ഓഫ് പീപ്പിൾ ആൻഡ് റിസോഴ്സസ്. പീപ്പിളിനെയും വ്യക്തികളെയും റിസോഴ്സസിനെയും വെച്ച് ഒരു സ്ഥാപനം അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നെങ്കിൽ, അല്ലെങ്കിൽ പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ഈ ഫംഗ്ഷനുകളെല്ലാം ചേർത്തുകൊണ്ട് അവിടെ ലക്ഷ്യങ്ങൾ നേടുന്നെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയും? അതാണ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോൾ. ഇനി മറ്റൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ in a better manner with the aim of achieving objectives with efficiently and effectively. ഇവിടെ ഈ ഡെഫിനേഷനാണ് നമ്മൾ ക്ലിയർ ആയിട്ട് മാനേജ്മെന്റിനോട് നമുക്ക് പറയുന്നത്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെ മാനേജർ എന്താണോ ചെയ്യേണ്ടത്, അല്ലെ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് എന്താണോ ചെയ്യേണ്ടത്, ഈ ഡെഫിനേഷനാണ് ക്ലിയർ ആണ്. ഈ ഡെഫിനേഷനിൽ 3 ആസ്പെക്ട്സ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊക്കെയാണ് പ്രോസസ്, ഇഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി. 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ഡെഫിനേഷനിലൂടെ ക്ലിയർ ആകുന്നത്. പ്രോസസ്, എഫിഷ്യൻസി, ഇഫക്റ്റീവ്നെസ്. എന്താണ് പ്രോസസ്? മാനേജ്മെന്റ് 5 ഫംഗ്ഷനുകൾ വൺ ബൈ വൺ ആയിട്ട് ചെയ്യുന്നതിന്റെ പ്രോസസ് പറയാം. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. വീണ്ടും പ്ലാൻ ചെയ്യുന്നു. ഇങ്ങനെ റൊട്ടേഷൻ ഉള്ളതുകൊണ്ട് ഇതിനെ നമ്മൾ പറയും പ്രോസസ്, ഒരു പ്രക്രിയ. അടുത്ത എഫക്റ്റീവ്നെസ് ആണ്. ഒരു സ്ഥാപനം, ഒരു മാനേജ്മെന്റ് അതിന്റെ വർക്ക് കറക്റ്റായിട്ട് ചെയ്യണം, കംപ്ലീറ്റ് ദ വർക്ക്, അതിനെ നമ്മൾ പറയും ഇഫക്റ്റീവ് ആണ്. എഫിഷ്യൻസിയോ ആ കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക് ഇത് മിനിമം റിസോഴ്സ് വിത്ത് മിനിമം കോസ്റ്റ് മാക്സിമം എഫോർട്ട്, ദാറ്റ് ഈസ് എഫിഷ്യൻസി. അപ്പോൾ ഏതൊരു മാനേജ്മെന്റും ഈ 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ സ്ഥാപനം കറക്റ്റ് നല്ല മാനേജ്മെന്റ് ആണെന്ന് പറയാം. എന്താണ്? പ്രോസസ്, ഇഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി. ഇനി നമുക്ക് പഠിക്കുന്നത് ഇതിന്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. ഫസ്റ്റ്ലി മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ്. Management is goal oriented. എന്താണ്
ഗോൾ ഓറിയന്റഡ്. ഏതൊരു സ്ഥാപനത്തിനും ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യണം, ആ ലക്ഷ്യത്തിലേക്ക് എൻഡ് ചെയ്യാൻ പറ്റും, ആ ലക്ഷ്യം കൈവരിക്കാൻ പറ്റും. അപ്പോൾ ഒരു എയിം ഇല്ലാതെ ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു മാനേജ്മെന്റ് ഉണ്ടോ, അതിന് ഒരു ലക്ഷ്യമുണ്ടാകും. രണ്ടാമത്തത് മാനേജ്മെന്റ് ഈസ് പെർവാസീവ്. സർവ്വവ്യാപിയാണെന്ന് പറയാം മാനേജ്മെന്റ്. ലോകത്തെ എല്ലായിടത്തും മാനേജ്മെന്റ്, അമേരിക്കയിലും ചൈനയിലും ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും എല്ലാം ഒരേ മാനേജ്മെന്റ് ആണ്. അത് നമുക്ക് പറയാം മാനേജ്മെന്റ് ഈസ് പെർവാസീവ്. എല്ലായിടത്തും ഒരേ മാനേജ്മെന്റ് യൂസ് ചെയ്യും. അവിടെ ഇതിന് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉണ്ടെന്നും പറയാം. അടുത്തതായിട്ട് മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷൻ. മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷൻ എന്ന് പറയും. എന്താണ്? ബഹുമുഖ പ്രക്രിയയാണ് ചെയ്യുന്നതെന്ന് പറയും. എന്ന് വെച്ചാൽ 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. മാനേജ്മെന്റ് ഓഫ് വർക്ക്, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ, മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ മൾട്ടി ഡയമെൻഷൻ എന്ന് പറയുന്നത്. കാരണം ഏതൊരു മാനേജ്മെന്റ് ഒരു ജോലി ഉണ്ടായി, ഒരു വർക്ക്, അവർ ഓരോരോ വർക്കിലായിരിക്കും ഏർപ്പെട്ടിരിക്കുന്നത്. 2, മാനേജ്മെന്റ് അവിടുത്തെ വർക്കേഴ്സിനെ മാനേജ് ചെയ്യാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് വർക്കേഴ്സിനെ മാനേജ് ചെയ്യാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അടുത്ത മാനേജ്മെന്റ് ഓഫ് അവരുടെ ആക്ടിവിറ്റീസിനെയാണ് പറയുന്നത് ഓപ്പറേഷൻസ്. ഈ 3 കാര്യം കൊണ്ട് തന്നെ ഇത് ഒരു മൾട്ടി ഡയമെൻഷൻ ആണ്. നെക്സ്റ്റ് മാനേജ്മെന്റ് ഈസ് ഗ്രൂപ്പ് ആക്ടിവിറ്റി. മാനേജ്മെന്റ് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറയാം. നോട്ട് മാനേജ്മെന്റ് ഈസ് വൺ പേഴ്സൺ, എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ജോയിൻ ടുഗദർ. ഒന്നിച്ച് നിന്നാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. നെക്സ്റ്റ് മാനേജ്മെന്റ് ഈസ് ഡൈനാമിക്. എന്താണ് ഡൈനാമിക്? ചലനാത്മക, മൂവ് ചെയ്യുന്നതാണ് മാനേജ്മെന്റ്. എപ്പോഴും ഇത് ആക്റ്റീവായിരിക്കും. ചേഞ്ചിങ് വിത്ത് ചേഞ്ചിങ് കണ്ടീഷൻസ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ, എന്ത് പുതിയ കണ്ടീഷൻസ്, പുതിയൊരു ചേഞ്ച് ഉണ്ടായാൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നു. അതാണ് മാനേജ്മെന്റ് ഈസ് ഡൈനാമിക്. നെക്സ്റ്റ് മാനേജ്മെന്റ് ഈസ് ഇൻടാഞ്ചിബിൾ എന്ന് പറയും. മാനേജ്മെന്റ് ഈസ് ഇൻടാഞ്ചിബിൾ. ഒരിക്കലും മാനേജ്മെന്റ് നമുക്ക് കാണാൻ കഴിയുന്നില്ല, അത് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മാനേജ്മെന്റ്. നമ്മൾ ആ ഡെഫിനേഷൻ പഠിച്ചു. അപ്പോൾ ഇത് ഇൻടാഞ്ചിബിൾ ആണെന്ന് പറയും. പക്ഷെ എങ്ങനെ നമ്മൾ മാനേജ്മെന്റിനെ അറിയുന്നു? അതിന്റെ റിസൾട്ട്, എന്ത് റിസൾട്ട് ഓഫ് ബിസിനസ് ഓർ ഈച്ച് ആൻഡ് എവരി ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് മാനേജ്മെന്റ് ഈസ് ഇൻടാഞ്ചിബിൾ. ഇപ്പോൾ മാനേജ്മെന്റ് ഫീച്ചേഴ്സ്: മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ്, മാനേജ്മെന്റ് ഈസ് പെർവാസീവ്, മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ, management is group activity, management is dynamic, management is intangible, and management is continuous process. It's a continuous process. Management ഒരു continuous process ആണ്. 1 by 1 ആയിട്ട് ആക്ടിവിറ്റികൾ, അതായത് ഇവിടെ ഫങ്ഷൻസ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്, ഈ 5 ഫംഗ്ഷനുകൾ 1 by 1 ആയി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല. കൺട്രോളിങ് കഴിയുമ്പോൾ അതിന്റെ ഡിഫക്റ്റ് അറിഞ്ഞ് വീണ്ടും പ്ലാൻ ചെയ്യുന്നു, വീണ്ടും ഇത് കൺട്രോളിങ്ങിലേക്ക് എത്തുന്നു. ഇങ്ങനെ 1 by 1 ആയിട്ട് ഈ ഫംഗ്ഷനുകൾ 5ഉം ആക്റ്റീവ് ആകുന്നതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. അപ്പോൾ മാനേജ്മെന്റ് ഫീച്ചേഴ്സ്: മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ്, മാനേജ്മെന്റ് ഈസ് പെർവാസീവ്, മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ, management is a group activity, management is dynamic, management is intangible, management is a continuous process. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്താണ് മാനേജ്മെന്റ്, അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു, മാനേജ്മെന്റ് ഫീച്ചേഴ്സ് പഠിച്ചു. നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നമുക്ക് ഇഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ട് നേടാവുന്നത് എങ്ങനെ? 3 തരത്തിലാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ പോകുന്നത്. ഒന്ന് ഓർഗനൈസേഷൻ, സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളുണ്ട്. 2 സോഷ്യൽ ഒബ്ജക്റ്റീവ്, സാമൂഹികമായ ലക്ഷ്യങ്ങളുണ്ട്.
കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് സർവൈവൽ. അതിനെ അതിജീവിക്കാം. മിനിമം കോസ്റ്റിൽ മിനിമം റിസോഴ്സ് മാക്സിമം അറ്റൈൻമെന്റ് ഉണ്ടാകും. അതാണ് സർവൈവൽ. അതിനെ മുന്നോട്ട് എന്നും ആ സ്ഥാപനം മുന്നോട്ട് പോകും. രണ്ട് പ്രോഫിറ്റ് മോട്ടീവാണ്. അപ്പോൾ സ്ഥാപനത്തെ നിലനിർത്തുക, രണ്ട് പ്രോഫിറ്റ്, മാക്സിമം അച്ചീവ്മെന്റ്, മാക്സിമം ഏണിംഗ് ഉണ്ടാക്കുക, അതാണ് പ്രോഫിറ്റ്. മൂന്ന് ഗ്രോത്ത് ആണ്. ഇനി ആ സ്ഥാപനം എന്നും നിലനിൽക്കണമെങ്കിൽ ആ മാനേജ്മെന്റ് ചെയ്യണം, അതിനെ വളർച്ച, അതിൻ്റെ ഡെവലപ്മെന്റ്, ഗ്രോത്ത് ഏറ്റവും അത്യാവശ്യമാണ്. നല്ല പ്രോഫിറ്റ് കിട്ടി എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ എന്തായാലും അതിൻ്റെ വളർച്ചയുണ്ടായിരിക്കും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ്? സർവൈവൽ, പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത്. അടുത്ത സോഷ്യൽ ഒബ്ജക്റ്റീവാണ്. സാമൂഹികമായിട്ട് എന്താണ് മാനേജ്മെന്റ് ലക്ഷ്യം? ഒരു സ്ഥാപനം, ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്ക് വേണ്ടിയുള്ളതാണ്. അതായത് ജനങ്ങൾക്ക് നല്ല പ്രോഡക്റ്റുകൾ, ക്വാളിറ്റി പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുക, മിനിമം കോസ്റ്റിൽ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുക, അതുപോലെ ജനങ്ങൾക്ക് കുറേ പേർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, വർക്കേഴ്സിന് നല്ല സാലറി, ബെനിഫിറ്റ്സ്, അതുപോലെ സ്കൂൾ, ഹോസ്പിറ്റൽ ഫെസിലിറ്റികളൊക്കെ കൊടുക്കുന്നതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്. അടുത്തത് പേഴ്സണൽ ഒബ്ജക്റ്റീവാണ്. ഇനി ഓരോ വ്യക്തിക്കും നല്ല സാലറിയും ബെനിഫിറ്റും കിട്ടുക എന്നുള്ളത് ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യമാണ്. കാരണം നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തികൾക്ക് നല്ല ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ ആ എംപ്ലോയീസിന്, വർക്കേഴ്സിന് നല്ല ഇൻസെൻറ്റീവ്സും സാലറിയും കൊടുക്കണമെങ്കിൽ എന്ത് വേണം? നല്ല പ്രോഫിറ്റ് വേണം. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ മൂന്ന് ലക്ഷ്യങ്ങൾ: ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ സർവൈവൽ, പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് വെച്ചാൽ സമൂഹത്തിന് വേണ്ടി എന്തുകൊണ്ട് ചെയ്യാം. മൂന്നാമതായിട്ട് പേഴ്സണൽ ഒബ്ജക്റ്റീവ്, അവിടുത്തെ വർക്കേഴ്സിന് പേഴ്സണലായിട്ട് നമുക്ക് ബെനിഫിറ്റ്സും സാലറിയും ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ മാനേജ്മെന്റിന്റെ കോൺസെപ്റ്റ് എന്താണ്? കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ്. നമ്മൾ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കൊരു ക്ലിയർ ഐഡിയ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഒരു മാനേജ്മെന്റിന്റെ വ്യത്യസ്ത ആശയങ്ങളെന്ന് പറയും. എങ്ങനെ ഈ ആശയങ്ങളെ നമുക്ക് മനസ്സിലാവും? ഒരു അരക്കുപ്പി വെള്ളം ഒരു കുപ്പിക്കകത്ത് എടുത്തിട്ട് അരക്കുപ്പി വെള്ളമുള്ള കുപ്പി കാണിച്ചു കുട്ടികളോട് എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയും, ചിലർ പറയും ഇത് കുപ്പി വെള്ളം, ചിലർ പറയും അരക്കുപ്പി വെള്ളം, ചിലർ പറയും കുടിക്കുന്ന വെള്ളം. ഇങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങൾ പറയാൻ. ഈ വ്യത്യസ്തമായ ആശയങ്ങളെയാണ് ഇപ്പോൾ മാനേജ്മെന്റിനെ കുറിച്ച് ചോദിച്ചാൽ ഇങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങൾ പറയാനുണ്ട്. ഈ ആശയങ്ങളെയാണ് കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ്. എന്തൊക്കെയാണ് കോൺസെപ്റ്റ്? ഒന്ന്, മാനേജ്മെന്റ് ആസ് എ ഡിസിപ്ലിൻ. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് നോളജ് എന്നാണ്. ഇതൊരു പഠനശാഖയായിട്ട് മാനേജ്മെന്റിനെ നമ്മളിന്ന് കണ്ടിട്ടുണ്ട്. ഇത് മാനേജ്മെന്റിന്റെ പഠനശാഖ ഒത്തിരി വിപുലമാണ്. ഈ പഠനശാഖയാണ് പറയുന്നത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ആസ് എ ഡിസിപ്ലിൻ ഒരു പഠനശാഖയായിട്ട് നമുക്ക് മാനേജ്മെന്റ് കാണാൻ. രണ്ട്, മാനേജ്മെന്റ് ആസ് എ പ്രോസസ്. മാനേജ്മെന്റ് ഒരു നമ്മുടെ ഡെഫിനിഷൻ എല്ലാം പറഞ്ഞു. മാനേജ്മെന്റ് ഒരു പ്രക്രിയയാണ്. എന്താണ് പ്രോസസ് എന്ന് പറയാൻ കാരണം? മാനേജ്മെന്റ് ഫങ്ഷൻസ് 1 by 1 ആയിട്ട് ഒരു സർക്കിളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രോസസ് എന്ന് പറയുന്നത്. അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഈ 5 ഫംഗ്ഷനുകൾ 1 by 1 ആയിട്ട് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു സർക്കിളിന്റെ രൂപത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് ഒന്നിനു പുറകെ ഒന്നായിട്ട് കൺട്രോളിംഗ് വരുന്നു. കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ വീണ്ടും പുതിയ പ്ലാനിങ്ങിലേക്ക് കൊണ്ടുവരും. ഈ പ്രോസസ്സ് ഇത് ഇങ്ങനെ ഒരു പ്രക്രിയ വരുന്നതുകൊണ്ടായിരുന്നു എന്ന് പറയുന്നത് മാനേജ്മെന്റിനെ 1 by 1 ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാനേജ്മെന്റ് ആസ് എ പ്രോസസ് എന്ന് പറയും. നെക്സ്റ്റ്, മാനേജ്മെന്റ് ആസ് എ ഗ്രൂപ്പ്. ഒരിക്കലും ഒരു മാനേജർക്ക് ഒരു മാനേജ്മെന്റിന് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ജോയിൻ ടുഗദർ. ഒരു കൂട്ടം ആൾക്കാർ ഒന്നിച്ച് വർക്ക് ചെയ്താണ് മാനേജറും ബോർഡ് മെമ്പേഴ്സും കൂടെ ചേരുമ്പോഴാണ് എന്താ പറയുന്നത് മാനേജ്മെന്റ്. അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയും. ഒരു കൂട്ടം ആൾക്കാർ ഒന്നിച്ച് ചേർന്നാണ് എന്ത് മാനേജ്മെന്റ്. അടുത്തത് മാനേജ്മെന്റ് ആസ് ആൻ ആക്ടിവിറ്റി. ഓരോ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ഒക്കെ ഓരോന്നും ഓരോ ആക്ടിവിറ്റിയാണ്. ഓരോന്നും 1 by 1 ആയി ചെയ്യണം. ഈ ഓരോന്നും ചെയ്തെങ്കിൽ മാത്രമേ മാനേജ്മെന്റ് ആകൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മാനേജ്മെന്റ് ആസ് ആൻ ആക്ടിവിറ്റി. നമ്മളുടെ കൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് പറയാം? മാനേജ്മെന്റ് ആസ് എ ഡിസിപ്ലിൻ, മാനേജ്മെന്റ് ആസ് എ പ്രോസസ്, മാനേജ്മെന്റ് ആസ് എ ഗ്രൂപ്പ്, മാനേജ്മെന്റ് ആസ് എൻ ആക്ടിവിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലൂടെ പഠിച്ചത് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് എന്താണ്, മാനേജ്മെന്റ് കോൺസെപ്റ്റുകൾ എന്താണ്. എന്താണ് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാൽ? ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്, സർവൈവൽ, പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത്. നെക്സ്റ്റ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. മൂന്നാമത്തത് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. അടുത്ത കോൺസെപ്റ്റ് ആണ് മാനേജ്മെന്റ് ആസ് എ ഡിസിപ്ലിൻ,
കൺസെപ്റ്റ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് നേച്ചർ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ സ്വഭാവം എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ. മാനേജ്മെന്റ് സ്വഭാവത്തെ പറ്റി പറയുകയാണെങ്കിൽ മാനേജ്മെന്റ് ആർട്ടാണ്. മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്, മാനേജ്മെന്റ് ആസ് എ സയൻസ്, മാനേജ്മെന്റ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. എന്താണ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്? ആർട്ട് എന്താണ്? ആർട്ട് regarded as the application of knowledge and personal skill. ഒരു വ്യക്തിയുടെ അറിവും വ്യക്തിപരമായ വൈദഗ്ധ്യവും ചേരുമ്പോഴാണ് അത് ആർട്ടാവുന്നത്. എന്തൊക്കെയാണ് ആർട്ടിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, പ്രാക്ടിക്കൽ നോളജ്. അത് അറിവ് വേണം അതിനെക്കുറിച്ച്. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവ് വേണം. രണ്ട്, പേഴ്സണൽ സ്കില്ല്, വ്യക്തിപരമായ വൈദഗ്ധ്യം വേണം. മൂന്ന്, കോൺക്രീറ്റ് റിസൾട്ട്. ഒരു കലാകാരൻ കാര്യം ചെയ്യുമ്പോൾ ആ ഒരു എന്ത് റിസൾട്ട് ഉദ്ദേശിച്ച് വേണം ചെയ്യാൻ. അടുത്ത ക്രിയേറ്റിവിറ്റിയാണ്. എന്താണ് ക്രിയേറ്റിവിറ്റി? ഇന്നോവേഷൻസ്, പുതുമകൾ കൊണ്ടുവരാനുള്ള കഴിവ്. അടുത്ത പെർഫെക്ഷൻ ത്രൂ പ്രാക്ടീസ്. ഒരു കലാകാരൻ കല ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ അതിന് പെർഫെക്ഷൻ ഉണ്ടാകും. പെർഫെക്ഷൻ ത്രൂ പ്രാക്ടീസ്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ അത് എക്സ്പെരിമെന്റിലൂടെയാണ് അതിന് പെർഫെക്ഷൻ ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് ആർട്ടിന്റെ ഫീച്ചേഴ്സ്. പ്രാക്ടിക്കൽ നോളജ്, പേഴ്സണൽ സ്കിൽ, കോൺക്രീറ്റ് റിസൾട്ട്, ക്രിയേറ്റിവിറ്റി, പെർഫെക്ഷൻ ത്രൂ പ്രാക്ടീസ്. അപ്പോൾ ഒരു മാനേജ്മെന്റ് ആർട്ട് എന്ന് പറയുമ്പോൾ ഒരു മാനേജർ അല്ലെങ്കിൽ മാനേജ്മെന്റ് തങ്ങളുടെ വൈദഗ്ധ്യവും സ്കില്ലും നോളജും എല്ലാം ആ സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്യും. അതാണ് മാനേജ്മെന്റ് ആസ് എ ആർട്ട് എന്ന് പറയുന്നത്. അടുത്ത നേച്ചർ മാനേജ്മെന്റ് ആസ് എ സയൻസ്. എന്താണ് സയൻസ്? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സയൻസ് regarded as a systematic body of knowledge acquired through experimentation and observation. എക്സ്പെരിമെന്റേഷൻ ഒരു ഒബ്സർവേഷൻ, പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് ആർജിക്കുന്ന നോളജിനെ നമ്മൾ ശാസ്ത്രം എന്ന് പറയും. ചിട്ടപ്പെടുത്തിയ നോളജ് എന്ന് പറയും. സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പരീക്ഷണ നിരീക്ഷണങ്ങളാണ്. അതിനെ നമുക്ക് പിന്നീട് വെരിഫൈ ചെയ്യാം. ലാബുകളിലൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ പരീക്ഷണ നിരീക്ഷണങ്ങളെ അത് കണ്ടെത്തിയ കാര്യങ്ങളെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്തും. ഇതിന്റെ ഫീച്ചേഴ്സ്, സയൻസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്, ചിട്ടപ്പെടുത്തിയ ഒരു ശാസ്ത്ര വിജ്ഞാന ശാഖയാണ്. ദ പ്രിൻസിപ്പിൾസ് ആർ ഇവോൾവ് കണ്ടിന്യൂഡ് ഒബ്സർവേഷൻ. ഈ ഓരോ തത്വങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നത് കണ്ടിന്യൂസ് ആയ ഒബ്സർവേഷനിലൂടെയാണ്. ഓരോന്നും നമ്മൾ ആ സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുന്നത്. നെക്സ്റ്റ്, ദ പ്രിൻസിപ്പിൾസ് ആർ എക്സാക്ട് ആൻഡ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. ഈ തത്വങ്ങൾ ഓരോന്നും കറക്റ്റ് ആയിരിക്കണം, ലോകത്തെ എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നതായിരിക്കണം, വ്യത്യസ്തമാകരുത്. ലോകത്തെ എല്ലായിടത്തും ഒരേ പ്രിൻസിപ്പിൾസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് പറയാം ദ പ്രിൻസിപ്പിൾസ് ആർ എക്സാക്ട് ആൻഡ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. നെക്സ്റ്റ്, ദ പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ് കോസ് എഫക്ട് റിലേഷൻഷിപ്പ്. സയൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാര്യകാരണ റിലേഷൻഷിപ്പ്, ഒരു ബന്ധം ഉണ്ടായിരിക്കണം. ഏതൊരു തത്വത്തിനും കാര്യകാരണ ബന്ധം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ദ വാലിഡിറ്റി ഓഫ് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആർ വെരിഫൈഡ്. നമ്മൾ കണ്ടെത്തുന്ന ഉരുത്തിരിഞ്ഞു വരുന്ന പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന തത്വങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ. Features: systematized body of knowledge. The principles are evolved continuous observation. The principles are exact and universal application. The principles establish cause-effect relationship, and the validity of scientific principles are verified. ഈ മാനേജ്മെന്റ് ആർട്ടാണ് പറഞ്ഞ സയൻസ്, ഇത് രണ്ടും ചേർന്ന് നമുക്ക് പറയാം. ഈ ഫീച്ചേഴ്സിൽ നിന്ന് നമുക്ക് പറയാം മാനേജ്മെന്റ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയാം മാനേജ്മെന്റ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്? മാനേജ്മെന്റ് ഒരു ആർട്ട് എന്ന് പറയാൻ കാരണം അപ്ലൈ ദ നോളജ്. നമ്മുടെ പ്രിൻസിപ്പിൾസ്, നമുക്ക് കിട്ടുന്ന പ്രിൻസിപ്പിളിനെ നമുക്ക് പ്രിൻസിപ്പിൾസ് കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക്
ഈ പരീക്ഷ നിൽക്കുന്നതെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നു, പ്രിൻസിപ്പിൾസ് കിട്ടുന്നു. ഈ പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എന്താ ആർട്ട് എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് പറയും, ഇതിനെ സയൻസ് എന്ന് പറയും. അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് സയൻസ്. അതുകൊണ്ട് നമുക്ക് മാനേജ്മെന്റ് എന്ത് പറയാം, ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. അടുത്തായിട്ട് മാനേജ്മെന്റ് പ്രൊഫഷൻ ആണ്. എന്താണ് പ്രൊഫഷൻ? ഇറ്റ്സ് ഓക്കുപേഷൻ ബാക്ക്ഡ് ബൈ അക്വയറിംഗ് സ്പെഷ്യൽ നോളജ്. ഒരു പ്രത്യേക നോളജ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഫോർ ഇൻസ്ട്രക്റ്റീവ് ഗൈഡ് ആൻഡ് അഡ്വൈസിംഗ്. ഇൻസ്ട്രക്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും നമുക്ക് കിട്ടുന്ന സ്പെഷ്യൽ നോളജിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഫഷൻ. എന്താണ് പ്രൊഫഷന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ സ്പെഷ്യലൈസ്ഡ് നോളജ്, വൈദഗ്ധ്യമുള്ള ഒരു നോളജ് ആണ്. നെക്സ്റ്റ്, ഫോർമൽ മെത്തേഡ്സ് ഓഫ് അക്വയറിംഗ് ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ്. ഇവിടെ ഫോർമൽ മെത്തേഡ്സ്, നമുക്ക് ട്രെയിനിങ്ങും എക്സ്പീരിയൻസും വേണമെങ്കിൽ അതിന് ഫോർമൽ മെത്തേഡ്സ് വേണം. ഫോർമൽ മെത്തേഡ്സ് ആണ് നമ്മൾ ട്രെയിനിങ്ങിനും എക്സ്പെരിമെന്റിനുമായിട്ട്, നമ്മുടെ എക്സ്പീരിയൻസിനുമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത്. അടുത്ത, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റെപ്രസെന്റേറ്റീവ് ഓർഗനൈസേഷൻ. ഇവിടെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റെപ്രസെന്റേറ്റീവ് ഓർഗനൈസേഷനിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായി. അടുത്ത, കോഡ് ഓഫ് കോണ്ടക്ട്, ആചാര സംഹിതകൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, പ്രയോറിറ്റി ഓഫ് സർവീസ് ഓവർ എക്കണോമിക് കൺസിഡറേഷൻ. എന്തിന് പ്രാധാന്യം? ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും ധനപരമായ കാര്യങ്ങൾ, എക്കണോമിക് കൺസിഡറേഷൻ പിന്നീടാണ്. ഇതിന് മുൻഗണന കൊടുക്കണം, നമ്മുടെ സേവനത്തിനാണ് മുൻഗണന. അപ്പോൾ മാനേജ്മെന്റിന്റെ നേച്ചർ, നമുക്ക് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്, മാനേജ്മെന്റ് ആസ് എ സയൻസ്, മാനേജ്മെന്റ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ.